കൂട്ടാനായിട്ടാണ് സഹായിക്കുന്നത്. പക്ഷെ എന്താണ് ഇവയൊക്കെ എന്താണ് ഒരു 100 കൂട്ടം ഹോർമോണുകൾ രക്തത്തിലുള്ള ഷുഗറിന്റെ ലെവലിനെ കൂട്ടാനായിട്ടാണ് സഹായിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇൻസുലിൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, രക്തത്തിലുള്ള ഷുഗറിന്റെ ലെവലിനെ കുറയ്ക്കാൻ സഹായിക്കുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഹോർമോണുകൾ രക്തത്തിലുള്ള ഷുഗറിന്റെ ലെവലിനെ കൂട്ടാനായിട്ട് സഹായിക്കുമ്പോൾ അവയൊക്കെ ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മുടെ രക്തത്തിലുള്ള ഷുഗറിന്റെ ലെവലിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരേ ഒരു ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ഇൻസുലിൻ മാത്രമാണ് അല്ലെ. അപ്പൊ എത്രത്തോളം ബ്യൂട്ടിയാണ് നമ്മുടെ ഒരു ഇൻസുലിൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഈ ഒരു ഇൻസുലിന്റെ ഇമ്പോർട്ടൻസും ഇൻസുലിന്റെ ആ ഒരു കർമ്മവും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു. നെക്സ്റ്റ് നമ്മുടെ ഈ ഒരു പ്രമേഹം എന്ന് പറയുന്നത് 3 വിധത്തിലാണ്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3. ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത് അതൊരു ജുവനൈൽ പ്രമേഹമാണ്. അതായത് ചെറുപ്പത്തിലെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് പ്രമേഹം. അതായത് എന്താണ്, അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ശരീരം തന്നെ എന്ത് ചെയ്യാണ്, ശരീരത്തെ ആക്രമിക്കാൻ വരുന്നു എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യും, ശരീരത്തെ തന്നെ സ്വയം നശിപ്പിക്കും. അപ്പൊ എന്താണ് ഈ ഒരു കേസിൽ, നമ്മുടെ ഈ ഒരു ഷുഗറിന്റെ കേസിൽ എന്താ ചെയ്യാം, നമ്മുടെ പാൻക്രിയാസിലാണ് എന്ത് ബീറ്റാ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ ശരീരം എന്ത് ചെയ്യും, ആ ബീറ്റാ കോശങ്ങളെയാണ് നശിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെയാണ് ശരീരം നശിപ്പിക്കുന്നത്. അപ്പൊ അതാണ് എന്തൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇത് ഒരു ടൈപ്പ് 1 പ്രമേഹമാണ്. നെക്സ്റ്റ് ടൈപ്പ് 2 പ്രമേഹം. ടൈപ്പ് 2 പ്രമേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസുലിൻ അതിന്റെ കർമ്മം ചെയ്യാനും കഴിയുന്നില്ല, പിന്നെന്താണ് ഗ്ലൂക്കോസ് അവയവങ്ങളിലേക്ക് എത്താൻ കഴിയുന്നില്ല, പിന്നെ അതേപോലെ ഇൻസുലിൻ റെസിസ്റ്റൻസും ഇല്ല. അപ്പൊ ഇതെന്താണ്, ടൈപ്പ് 2 പ്രമേഹമാണ്. അപ്പൊ ഇത് നമ്മൾ ഗർഭിണികളിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രമേഹമല്ല. അവര് ഡെലിവറി കഴിയുന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്യും, അവർ അതിൽ നിന്ന് നോർമൽ ആവുകയാണ് ചെയ്യുക. കൂടാതെ എന്താണ്, നമ്മുടെ കുട്ടികൾക്ക് ഈ അടുത്ത ന്യൂസിലൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്, നമ്മുടെ കുട്ടികൾക്ക് ധാരാളം ചോക്ലേറ്റുകൾ, ക്രീം ബിസ്ക്കറ്റുകളൊക്കെ കൊടുക്കുന്നതിന്റെ ഫലമായിട്ട് അവർക്ക് എന്തുണ്ടാവും, ഈ ഒരു ടൈപ്പ് 2 പ്രമേഹം ധാരാളമായിട്ട് ഈയിടെയായിട്ട് കണ്ടുവരുന്നതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കുന്നതാണ് അല്ലെ. അപ്പൊ ഇതാണ് ടൈപ്പ് 2 പ്രമേഹം എന്ന് പറയുന്നത്. ടൈപ്പ് 3 പ്രമേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസുലിൻ അതിന്റെ കർമ്മം, അതായത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട്, ബീറ്റാ കോശങ്ങളും ഉണ്ട്, ഇൻസുലിൻ റെസിസ്റ്റൻസും ഇല്ല. പക്ഷെ എന്തോ ഒരു കാരണത്താൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരുപാട് റിസർച്ചുകളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഇതിന്റെ ഒരു കാരണം ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇനി നമുക്ക് എന്താണ് ഈ ഒരു പ്രമേഹത്തിന്റെ കാരണങ്ങൾ നോക്കാം. എന്തുകൊണ്ടാണ് പ്രമേഹം ഉണ്ടാവുന്നത്? കോസസ് ഓഫ് ഡയബറ്റീസ്. നമ്മുടെ ഈ ഒരു സഡൻഡറി ഓഫ് ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ജീവിത രീതി എങ്ങനെയുള്ളതാണ്, നമുക്ക് എന്താണ് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അല്ലെ. അതിനുശേഷം നമ്മൾ നേരെ ബെഡിൽ പോയി കിടന്നുറങ്ങുന്നു, അതിനുശേഷം രാവിലെ എണീറ്റ് നമ്മൾ വീണ്ടും ജോലിക്ക് പോകുന്നു. റിപ്പീറ്റ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു ജീവിത രീതിയാണ് എന്ത് ചെയ്യുന്നത് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ ഈ ഒരു സഡൻഡറി ഓഫ് ലൈഫ് സ്റ്റൈൽ നമുക്ക് എന്ത് ചെയ്യും, ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എന്താണ്, സ്ട്രെസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് എന്ത് ചെയ്യും, ലെവൽ എന്ത് ചെയ്യും, വർദ്ധിക്കും. അപ്പൊ എന്താണ്, നമുക്ക് ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെന്താ, നമ്മുടെ ഏഷ്യൻ ഇന്ത്യൻ ഫീനോടൈപ്പ്. ഏഷ്യൻ ഇന്ത്യൻ ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്കാരുടെ ഒരു ബോഡി സ്ട്രക്ചർ, ഇന്ത്യക്കാരുടെ ശരീരഘടന എങ്ങനെയുള്ളതാണ്, ഇന്ത്യക്കാരുടെ ഒരു തടിച്ചിട്ടുള്ള കുടവാറൊക്കെ ചാടിയ ആ ഒരു ടൈപ്പ് ഓഫ് ബോഡി ആണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മുടെ അത്തരത്തിലുള്ള ആളുകൾക്ക് എന്താണ് ഭാവിയിൽ പ്രമേഹം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എന്താണ്, നമ്മളെ പാരൻസിനുണ്ടെങ്കിൽ അവരുടെ കുട്ടികൾക്ക് പ്രമേഹം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ ടൈപ്പ് 1 പ്രമേഹം, അതായത് ഫാദറിനോ മദറിനോ ടൈപ്പ് 1 പ്രമേഹം ഉണ്ടെങ്കിൽ ഭാവിയിൽ അവരെ കുട്ടികൾക്ക് എന്ത് ചെയ്യും, പ്രമേഹം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ എന്താണ്, 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക്, പിന്നെ ബോഡി വെയിറ്റ് കൂടുതലുള്ള ആളുകൾക്ക്, ബോഡി മാസ് ഇൻഡെക്സ് കൂടുതലുള്ള ആളുകൾക്കൊക്കെ എന്താണ് ഭാവിയിൽ പ്രമേഹം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ബ്ലഡ് പ്രഷർ കൂടുതലുള്ള ആളുകൾക്ക്, കൊളസ്ട്രോൾ കൂടുതലുള്ള ആളുകൾക്ക്,
ചീത്ത കൊളസ്ട്രോൾ കൂടുതലുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് ഭാവിയിൽ പ്രമേഹം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മളെ ഫാമിലി ഹിസ്റ്റോറിക് ആയിട്ടുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ എന്താണ് അവരുടെ ഭാവിയിൽ അവരുടെ കുട്ടികൾക്കും പ്രമേഹം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മൾ 4 കിലോ വെയിറ്റ് ഉള്ള ഒരു കുഞ്ഞ് അതിനെ പ്രസവിച്ച അതിന്റെ അമ്മയ്ക്കും ഭാവിയിൽ പ്രമേഹം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു പ്രമേഹത്തിന്റെ കാരണങ്ങൾ, കോസസ് ഓഫ് ഡയബറ്റീസ്. നെക്സ്റ്റ് സിംറ്റം ഓഫ് ഡയബറ്റീസ്, ഈ ഒരു പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ. അതായത് നമുക്ക് എന്താണ് ഈ ഒരു പ്രമേഹമുള്ള ആളുകൾ എന്താണ് എപ്പോഴും ഭയങ്കര വിശപ്പായിരിക്കും അവർക്ക്. കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യും അവർ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടാവും, പക്ഷെ എന്താണ് എപ്പോഴും അവർക്ക് വിശപ്പ് അനുഭവപ്പെടും. അതേപോലെ ഭയങ്കര ക്ഷീണമായിട്ട് തോന്നും എപ്പോഴും. പിന്നെ എന്താണ് അവർക്ക് മൂത്രത്തിന്റെ അളവ് കൂടുന്നു, ദാഹം വെള്ളം കുടിക്കാനുള്ള ഒരു ടെൻഡൻസി ഇല്ലേ അതുണ്ടാവുന്നു. പിന്നെ അതേപോലെ എന്താണ് ഞരമ്പിനെ ബാധിക്കുന്ന അസുഖങ്ങൾ മൂലം അവർക്ക് കൈകാൽ തരിപ്പുകൾ ഉണ്ടാവുന്നു. പിന്നെന്താണ് കണ്ണിനെയും കാഴ്ചശക്തിയെയും ബാധിക്കുന്ന അസുഖങ്ങൾ ഉണ്ടാവുന്നു. പിന്നെന്താ അത്തരത്തിലുള്ള മോണയെ ബാധിക്കുന്ന രോഗങ്ങൾ, ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ എന്താണ് ഇതിന്റെ സിംറ്റം ആണ്. ഇനി നെക്സ്റ്റ് എന്താണ് കോൺസീക്വൻസ്, അതായത് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു പ്രമേഹം ഉണ്ടായാലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? നമുക്ക് എന്താണ് സ്ട്രോക്ക്, അതായത് നമ്മുടെ ഹൃദയ പ്രശ്നങ്ങൾ കൂടുന്നു, ഹൃദയ സംബന്ധമായ രോഗങ്ങളൊക്കെ എന്ത് ചെയ്യും കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ സ്ട്രോക്ക് ഉണ്ടാവാനുള്ള ചാൻസ്. പിന്നെ നമ്മളെ വൃക്കയെയും മൂത്രാശയെയും ഒക്കെ ബാധിക്കുന്ന അസുഖങ്ങൾ കൂടുന്നു. പിന്നെ നമ്മളെ മോണയെ ബാധിക്കുന്ന അസുഖങ്ങൾ കൂടുന്നു. പിന്നെ നെർവ്സിനെ ബാധിക്കുന്ന അസുഖങ്ങൾ കൂടുന്നു. കൂടാതെ നമ്മളെ കണ്ണിനെയും കാഴ്ചശക്തിയെയും ബാധിക്കുന്ന ഗ്ലൂക്കോമ, നെഫ്രോപ്പതി പോലുള്ള രോഗങ്ങൾ എന്ത് ചെയ്യും കൂടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു പ്രമേഹ രോഗിയിൽ കൺട്രോൾഡ് ആയിരിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണവ? ഒന്ന് HbA1c ടെസ്റ്റ് കൺട്രോൾഡ് ആയിരിക്കണം. പിന്നെ നമ്മുടെ എന്താണ് ബ്ലഡ് പ്രഷർ കൺട്രോൾഡ് ആയിരിക്കണം. അതേപോലെ കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾഡ് ആയിരിക്കണം. ഈ ഒരു 3 കാര്യങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു പ്രമേഹ രോഗിയിൽ കൺട്രോൾഡ് ആയിരിക്കണം. അപ്പൊ നമ്മുടെ എന്താണ് ഈ ഒരു പ്രമേഹത്തിന്റെ ഒരു പാർശ്വഫലം മൂലം 1 ലക്ഷത്തിൽ 10 ലക്ഷം അല്ല, ഒരു വർഷത്തിൽ 10 ലക്ഷം ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത് മരണത്തിനിടയാകുന്നത് നമ്മുടെ ഈ ഒരു പ്രമേഹത്തിന്റെ പാർശ്വഫലം മൂലം. അപ്പൊ നമ്മുടെ ലോകാരോഗ്യ സംഘടന പറയുന്നത് ഏകദേശം 2030 ആവുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു മരണമാകുന്ന രോഗങ്ങളുടെ പട്ടികയിൽ, നമുക്ക് മരിക്കാൻ പല കാരണങ്ങളും ഉണ്ടാവൂലേ, അതായത് നമുക്ക് ആക്സിഡന്റ് ആയിട്ട് മരിക്കാം, അല്ലെങ്കിൽ വേറെ ഒരുപാട് അസുഖങ്ങളുണ്ട്, അതൊക്കെ മൂലം നമുക്ക് മരണപ്പെടാം. പക്ഷെ നമുക്ക് ഈ ഒരു മരണമാകുന്ന രോഗങ്ങളുടെ പട്ടികയിൽ 7ാമത്തെ സ്ഥാനമാണ് നമ്മുടെ ഈ ഒരു പ്രമേഹത്തിന് നൽകിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അതിലൂടെ തന്നെ മനസ്സിലാക്കാം അല്ലേ എത്രത്തോളം ഭീകരമാണ് നമ്മുടെ ഈ ഒരു പ്രമേഹം എന്നൊരു അവസ്ഥ. അതായത് ഓരോ അവയവങ്ങളെയും കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന, അതായത് നമ്മുടെ കണ്ണിനെ വരെ അത് ബാധിക്കുന്നുണ്ട്. അപ്പൊ അത്രത്തോളം ഭീകരമായിട്ടുള്ള ക്യാൻസർ എന്ന് പറഞ്ഞാൽ ആ ഒരു അവയവത്തിന് മാത്രമേ എന്ത് ചെയ്യും ക്യാൻസർ തിന്നുള്ളൂ. പക്ഷേങ്കിൽ നമ്മുടെ പ്രമേഹം ഒരു അവയവം കഴിഞ്ഞാൽ അടുത്ത അവയവങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രത്തോളം ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് ഈ ഒരു പ്രമേഹം എന്നുള്ള ഒരു രോഗം. അപ്പൊ നമുക്ക് ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. HbA1c ടെസ്റ്റ്, ബ്ലഡ് ഷുഗർ ടെസ്റ്റ്, ഫാസ്റ്റിംഗ് ടെസ്റ്റ്, അങ്ങനെ ഒത്തിരി ടെസ്റ്റുകളൊക്കെ ഉണ്ട് ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ഒരു പ്രമേഹത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് മരുന്നുകൾ കഴിക്കൂലേ, അതായത് നമ്മൾ ഈ ഒരു അലോപ്പതി, ഒരു ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നതിന്റെ ഫലമായിട്ട് തന്നെ എന്ത് ചെയ്യും നമുക്ക് വേറെയും നമ്മുടെ ഓരോ അവയവങ്ങളും ഡാമേജ് ആവും. കിഡ്നി ആണെങ്കിലും വൃക്ക ആണെങ്കിലും ലിവർ ആണെങ്കിലും ഒക്കെ തന്നെ എന്ത് ചെയ്യും ഒക്കെ ഡാമേജ് ആവും. നമ്മുടെ നെർവ്സിന് പ്രോബ്ലം വരും. അതുകൊണ്ടാണ് എന്ത് ചെയ്യും നമുക്ക് അറ്റാക്ക് വരുന്നത് അല്ലേ, അപ്പൊ അല്ല ബ്രെയിൻ സ്ട്രോക്ക് വരുന്നത്. അപ്പോൾ എന്താണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ഡയബറ്റീസ് കൊണ്ട് എന്താണ് ഒരുപാട് രോഗങ്ങൾ ഉണ്ട് ഓൾറെഡി. പക്ഷെ നമ്മൾ ഈ ഒരു അലോപ്പതി മരുന്ന് ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് ക്യാൻസർ പോലും വരാനുള്ള ചാൻസ് കൂടുതലാണെന്നാ പറയുന്നത്. അപ്പൊ എന്താണ് അത്രയും സൈഡ് എഫക്റ്റ് ഈ ഒരു മരുന്നിനെ കൊണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ, ഒരു പാർശ്വഫലവും ഇല്ലാതെ നമുക്ക് ആയുർവേദത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഒരു പ്രമേഹത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള ഓണാനോണിന്റെ ഒരു ആയുർവേദ ഒരു പ്രൊഡക്റ്റ് ആണ് 30 വെജിറ്റേറിയൻ ക്യാപ്സൂൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ഡയബ ലൈഫ് എന്ന് പറയുന്നത്. അതിൽ എന്താണ് ഒരുപാട് റിസർച്ചുകൾ നടന്ന് ഒത്തിരി റിസൾട്ടുകൾ തന്ന ഒരുപാട് ഔഷധങ്ങളുടെ ഒരു കോമ്പിനേഷൻ
കോമ്പിനേഷൻ ആണ് എന്ത് നമ്മുടെ ഈ ഒരു ഡയബാലൈഫ് എന്ന് പറയുന്നത്. നോ ആഡഡ് ഷുഗർ ആണ്, ഷുഗർ ഒട്ടും തന്നെ ആഡ് ചെയ്യാത്ത ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിൽ മെയിൻ കണ്ടന്റ് ആയിട്ട് വരുന്നത് എന്താണ്, വെളുത്തുള്ളിയാണ് അല്ലെ. അപ്പൊ ഈ വെളുത്തുള്ളി എന്താണ്, ഒരുപാട് ഗുണങ്ങളുണ്ട് വെളുത്തുള്ളിക്ക്. ആയുർവേദത്തിൽ വെളുത്തുള്ളിക്ക് അത്രയും പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെളുത്തുള്ളിനെ അങ്ങനെ തന്നെ നേരിട്ടാണോ ഇതിൽ ഉപയോഗിച്ചത്? അല്ല. വെളുത്തുള്ളി എന്താണ്, 100% സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള അലിസിൻ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇത് ആന്റി ക്യാൻസറസ് ആണ്, ആന്റി ബാക്ടീരിയൽ, ആന്റി മൈക്രോബിയൽ, ആന്റി ഡയബറ്റീസ്, പിന്നെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. പിന്നെ എന്താണ്, മുറിവൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഉണങ്ങാനും ഇതുമൂലം സഹായിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വെളുത്തുള്ളിക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്നല്ലേ. അപ്പൊ നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ പട്ടാളക്കാർക്കൊക്കെ എന്ത് ചെയ്തിരുന്നു, അവർക്ക് ഈ ഒരു വെളുത്തുള്ളി ധാരാളമായിട്ട് നൽകിയിരുന്നു. കാരണം അവർക്ക് എന്താണ്, പെട്ടെന്നുള്ള മുറിവൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഉണങ്ങാനും പിന്നെ അതേപോലെ എന്താണ് അവർക്ക് പിന്നെ ഇമ്മ്യൂണിറ്റി, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വെളുത്തുള്ളി ധാരാളം നൽകിയിരുന്നു. പിന്നെ അതേപോലെ എന്താണ്, നമ്മുടെ ഈ ഒരു വെളുത്തുള്ളിയിലെ അലിസിൻ ആണ് ഇതിൽ ഉപയോഗിച്ചത് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഒരു അലിസിൻ എങ്ങനെയാണ് എടുത്തത്, നമ്മുടെ വെളുത്തുള്ളിയെ 2 ഭാഗമാക്കി കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് അലിനും മറ്റേ ഭാഗത്ത് അലിനേസും ആണുള്ളത്. ഈ അലിനും അലിനേസും തമ്മിൽ എന്ത് ചെയ്യും, നമ്മൾ ക്രഷ് ചെയ്യുകയോ ചവച്ചരയ്ക്കുകയോ അല്ലെങ്കിൽ എന്താണ് പേസ്റ്റ് ആക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇത് മിക്സ് ചെയ്ത് റിയാക്ഷൻ സംഭവിച്ചിട്ടാണ് എന്ത് ഈ ഒരു അലിസിൻ എന്ന കമ്പോണന്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു അലിസിൻ ഉപയോഗിച്ചത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ എന്തൊക്കെയാണ് ആ ഗുണങ്ങൾ? നമ്മുടെ രക്തക്കുഴലുകളെ റിലാക്സ് ചെയ്യുകയും അതുവഴി നമ്മുടെ എന്താണ് രക്തത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അതുമൂലം നമുക്ക് എന്താണ് ഒരുപാട് ഹൃദയ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് എന്ത് ചെയ്യും, കുറവുണ്ടാവുന്നു. അപ്പൊ ഇത്രയും ഒരു എന്താണ് ഗുണങ്ങൾ നമ്മൾ ഈ ഒരു അലിസിൻ ഉപയോഗിച്ചത് കൊണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ധാരാളം വെളുത്തുള്ളി എടുത്തിട്ട് പേസ്റ്റ് ആക്കി നമ്മൾ എന്ത് ചെയ്യുക, ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ ആവശ്യാനുസരണം ഡെയിലി കുറച്ച് കുറച്ച് ഇങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഗുണം നമുക്ക് കിട്ടുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എന്താണ്, ഈ ഒരു അലിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വെരി ഹൈലി അൺസ്റ്റേബിൾ ആണ്, സ്ഥിരത ഇല്ലാത്തതാണ്. പക്ഷെ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളി എടുത്ത് നമ്മൾ അത് കഴിച്ച് നമ്മളെ വയറ്റിലെത്തിയിട്ട് 1 മണിക്കൂറിനകം തന്നെ അത് പല പല കമ്പോണൻസുകളായിട്ട് മാറുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ വിചാരിച്ച ഈ ഒരു ഗുണം നമുക്ക് കിട്ടണമെന്നില്ല. ഇതിൽ നമ്മൾ 100% സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള അലിസിൻ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടൈപ്പ് 1 പ്രമേഹത്തെയും ടൈപ്പ് 2 പ്രമേഹത്തെയും കൺട്രോൾ ചെയ്യാനും നോർമൽ ആക്കാനും പിന്നെ അതേപോലെ എന്താണ് HbA1c ടെസ്റ്റ് നോർമൽ ആക്കാനും നമുക്ക് എന്ത് ഇത് ഉപയോഗിച്ചത് മൂലം സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഈ ഒരു വെളുത്തുള്ളിയെ കുറിച്ച് മാത്രമാണ്. നമ്മുടെ ഈ ഒരു ഡയബാലൈഫിൽ ഇൻഗ്രീഡിയൻസ് ആയി വരുന്നത് വെളുത്തുള്ളി മാത്രമാണോ? അല്ല, വേറെയും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? കറുകപ്പട്ട, അടയ്ക്ക, വേപ്പ്, ചക്കരക്കൊല്ലി, പിന്നെ ബ്രൂക്കോളി, പാലക്ക് പറഞ്ഞാല് ഒരു തരത്തിലുള്ള ചീര, പിന്നെന്താണ് പാവയ്ക്ക. ഇത്രയും ഇൻഗ്രീഡിയൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ കറുകപ്പട്ട എന്ന് പറഞ്ഞാൽ അതിന്റെ എന്താണ് ഇൻസുലിന്റെ കർമ്മം വളരെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടു പോകാൻ എന്ത് ചെയ്യുന്നുണ്ട്, കറുകപ്പട്ട ഉപയോഗിച്ചത് മൂലം സഹായിച്ചിട്ടുണ്ട്. കാരണം ഇത് ഒരുപാട് റിസർച്ചുകളൊക്കെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെന്താണ്, ഇത് നമ്മുടെ രക്തത്തിലുള്ള ഷുഗറിന്റെ ലെവലിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. പിന്നെ അതേപോലെ എന്താണ്, നമ്മുടെ ട്രൈഗ്ലിസറൈഡ്സ്, ചീത്ത കൊളസ്ട്രോളിന്റെ ഒക്കെ എന്താണ് 27% വരെ ഇത് ഉപയോഗിച്ചത് മൂലം കുറയ്ക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ബ്രൂക്കോളിയിൽ എന്താണ് ആൽഫ ലിപ്പോയിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ഇതൊരു ആന്റി ഓക്സിഡന്റ് ആണ്, നമ്മുടെ ദഹന പ്രക്രിയ വളരെ കൃത്യമായി നടത്തിക്കൊണ്ടു പോകാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ നെർവ് സംബന്ധമായ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ആൽഫ ലിപ്പോയിക് ആസിഡ് സഹായിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്, പാലക്ക് പറഞ്ഞാൽ എന്താ, ഒരു തരത്തിലുള്ള ചീരാണ് പാലക്ക് എന്ന് പറയുന്നത്. ഈ പാലക്ക് എന്താണ്, ഇതിൽ എന്താണ് ക്രോമിയം പിക്കലേറ്റിന്റെ അളവാണ് ഇതിൽ കൂടുതലായിട്ട് കണ്ടത്. അതുകൊണ്ട് തന്നെ എന്താണ് ഇത് ചില രോഗികളിലൊക്കെ ഈ ഒരു ക്രോമിയത്തിന്റെ അളവ് കുറഞ്ഞതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഉൽപ്പന്നം അവർക്ക് കഴിക്കാനായിട്ട് പറ്റും. പിന്നെ ചക്കരക്കൊല്ലി, ഇതിൽ എന്താണ് ജിംനമിക് ആസിഡ് ആണ് അടങ്ങിയിട്ടുള്ളത് ചക്കരക്കൊല്ലിയിൽ.
പിന്നെ എന്താണ് വേപ്പ്. വേപ്പ് എന്ന് പറഞ്ഞാല് നമ്മുടെ നീമില്ലേ, അപ്പൊ ഈ ഒരുപാട് ഔഷധ മൂല്യമുള്ള ഒന്നാണ് നമ്മുടെ ഈ ഒരു വേപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ആന്റി സ്ട്രെസ് ആണ്. ആന്റി സ്ട്രെസ് എന്ന് പറഞ്ഞാല് നമ്മുടെ സ്ട്രെസ്സിനെതിരെ പ്രവർത്തിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. പിന്നെന്താണ്, ഇത് നമ്മുടെ രക്തത്തിലുള്ള ഷുഗറിന്റെ ലെവലിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. പിന്നെ അതേപോലെ നമ്മുടെ എന്താണ് കരളിനെ സംരക്ഷിക്കുന്ന നമ്മുടെ പാൻക്രിയാസിനെ ബൂസ്റ്റപ്പ് ചെയ്യാനും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സഹായിക്കുന്നുണ്ട്. കൂടാതെ ഒരുപാട് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു വേപ്പ് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് അടക്ക. അടക്കയിൽ എന്താണ്, ക്രോമിയത്തിന്റെ അളവാണ് എന്ത് ചെയ്യുക അടക്കയിൽ കൂടുതലായിട്ട് കാണുന്നത്. അതുമൂലം എന്താണ് നമ്മുടെ ദഹന പ്രക്രിയ വളരെ കൃത്യമായി വളരെ സുഗമമായി നടത്തിക്കൊണ്ടു പോകാൻ സഹായിക്കുന്നു. പിന്നെ എന്താണ് നമ്മുടെ കരളിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. പിന്നെ അതേപോലെ നമ്മുടെ പാൻക്രിയാസിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. പിന്നെന്താ നമ്മുടെ ശരീരത്തിൽ എക്സസ് ആയിട്ടുള്ള ഫാറ്റിനെ എന്ത് ചെയ്യുന്നു, ബേൺ ചെയ്യുന്നു. അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് എന്താണ് കൊഴുപ്പുകളൊക്കെ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും അല്ലെ, അമിതമായിട്ടുള്ള കൊഴുപ്പുകൾ അടിഞ്ഞു കൂടിയിട്ടുണ്ടാവും. അവയൊക്കെ എന്താണ് ദഹിപ്പിച്ച് കളയാനും ഈ ഒരു അടക്കയിൽ അടങ്ങിയിട്ടുള്ള ക്രോമിയം ഉപയോഗിച്ചത് മൂലം സഹായിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ് പാവയ്ക്ക. പാവയ്ക്ക എന്താണ്, ഇത് പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. സ്റ്റിമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഉത്തേജിപ്പിക്കുന്നു. അപ്പൊ എന്താണ് ഈ ഒരു ഇൻസുലിന്റെ ആ ഒരു കർമ്മത്തെ എന്താണ് ഉത്തേജിപ്പിക്കുക എന്നൊരു കർമ്മമാണ് നമ്മുടെ ഈ ഒരു പാവയ്ക്ക ചെയ്യുന്നത്. ഇത് ഒരുപാട് ആന്റി ഓക്സിഡന്റ് ആണ്. പിന്നെ എന്തായത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു പാവയ്ക്ക എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ഡയബ ലൈഫ് നമുക്ക് ആർക്കൊക്കെ നൽകാം എന്നതാണ്. ഇത് നമ്മൾ എന്താണ് ടൈപ്പ് 1 പ്രമേഹക്കാർക്കും ടൈപ്പ് 2 പ്രമേഹക്കാർക്കും പിന്നെ പ്രമേഹത്തിന്റെ ബോർഡർ ലൈനിൽ നിൽക്കുന്ന എന്താണ് എല്ലാവർക്കും നമുക്കിത് നൽകാനായിട്ട് സാധിക്കും. അപ്പൊ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, 7 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. പിന്നെ അതേപോലെ എന്താണ് നമ്മൾ പറഞ്ഞില്ലേ, ഒരുപാട് എന്താണ് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇത് ഉപയോഗിച്ചാൽ ഇത്രയും ഗുണങ്ങൾ ഇതിനുണ്ടെന്നില്ലേ. അപ്പൊ എന്തൊക്കെയാണ്, നമ്മുടെ രക്തത്തിലുള്ള നമ്മുടെ ഷുഗറിന്റെ ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ എന്താണ് നമ്മുടെ പ്രമേഹത്തെ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻസുലിന്റെ കർമ്മം എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടുപോകാൻ സഹായിക്കുന്നു. പിന്നെന്താ, കൂടാതെ നമ്മുടെ ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നു, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നു. പിന്നെ പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ബീറ്റ കോശങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. പിന്നെ അതേപോലെ എന്താണ് ചീത്ത കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നു. ഇത്തരത്തിലുള്ള നമ്മുടെ എന്താണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു ഡയബ ലൈഫ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഫോർമുല തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡയബ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡയബ ലൈഫ് നമ്മൾ പറഞ്ഞു അല്ലെ, ഇത്രയും ഗുണങ്ങൾ ഇതിനുണ്ടെന്ന്. അപ്പൊ അത് വിചാരിച്ച് നമ്മൾ എന്താണ് ഗ്ലൂക്കോമ, നെഫ്രോപ്പതി, ന്യൂറോപ്പതി, അതല്ലെങ്കിൽ റെറ്റിനോപ്പതി, ഒരു ഡയബറ്റിക് ഒരു 300-ൽ കൂടുതലുള്ള ആളുകൾ, അല്ലെങ്കിൽ HbA1c ടെസ്റ്റ് ഒരു 12-ൽ കൂടുതലുള്ള ആളുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, തേടി പിടിച്ച് പോയിട്ട് അവരോട് പറയാണ്, നമ്മളെ കയ്യിൽ ഇങ്ങനെ ഒരു നല്ലൊരു അമേസിങ് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളെ ഈ ഒരു പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു വെൽനെസ് ആണ്. രോഗത്തിനല്ല, രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലെന്താണ് വെളുത്തുള്ളി ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് എന്താണ് ക്യാൻസറിനെ ചെറുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആന്റി ക്യാൻസറസ് ആണ്, ആന്റി ബാക്ടീരിയൽ, ആന്റി മൈക്രോബിയൽ, ആന്റി ഡയബറ്റീസ്, എന്താണ് പിന്നെന്താ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ മുറിവുകളൊക്കെ വളരെ ഫാസ്റ്റ് ആയിട്ട് ഉണങ്ങാനായിട്ടും സാധിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ഇത് വെറും ഒരു ഡയബറ്റീസിനുള്ള അല്ലെങ്കിൽ ഒരു പ്രമേഹ രോഗികൾക്കുള്ള വെറും ഒരു മരുന്നായിട്ടാണോ? അല്ല. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ എന്താണ്, നമ്മുടെ ശരീരം, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും കഴിക്കേണ്ട ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡയബ ലൈഫ് എന്ന് പറയുന്നത് അല്ലേ.
അപ്പൊ ഇതിൽ എന്താണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ വെളുത്തുള്ളിയാണ്, അലിസിനാണ് 100% സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള അലിസിനാണ് ഇതിൽ ഉപയോഗിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെന്താണ് ഇത് 510 mg ആണ് ഇതിൽ വരുന്നത്. പിന്നെ അതേപോലെ 36 വെളുത്തുള്ളി അല്ലികൾക്ക് സമമായിട്ടുള്ള എന്താണ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രമേഹം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് എന്ത് നമ്മുടെ ഈ ഒരു ഡയബ ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു ഡയബ ലൈഫ് ആർക്കൊക്കെ കൊടുക്കാം? ഇതെന്താണ് എങ്ങനെയാണ് ഈ ഒരു ഇതിന്റെ ഒരു ഡോസ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്? നമ്മുടെ ഈ ഒരു ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർ ആ ഒരു മെഡിസിൻ എടുത്തതിന് ശേഷം 1 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ക്യാപ്സൂൾ അവർക്ക് കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, അവരോട് 3 മാസത്തിൽ ഒരിക്കൽ എന്ത് ചെയ്യുക, കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുക. അതായത് HbA1c ടെസ്റ്റ്, പിന്നെ അതേപോലെ എന്താണ് ബ്ലഡ് പ്രഷർ ടെസ്റ്റ്, ബ്ലഡ് ഷുഗർ, ഈ എന്താണ് കൊളസ്ട്രോൾ, ഇവയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവരോട് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറയാം. അതായത് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചത് മൂലം അവർക്ക് എന്താണ് ഇതൊരു കൺട്രോൾഡ് ആവുന്നുണ്ടോ എന്ത് ചെയ്യുക, അവരോട് ഇത് നോക്കാനായിട്ട് നമുക്ക് പറയാനായിട്ട് പറയണം അവരോട്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനനുസരിച്ച് അവർക്ക് HbA1c ടെസ്റ്റ് ഒരു 12-ൽ കൂടുതലോ അതല്ലെങ്കിൽ പ്രമേഹം ഒരു 300-ൽ കൂടുതലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് 2 ക്യാപ്സൂൾ വീതം അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രമേഹ ഡയബറ്റീസ് നമുക്ക് എന്താണ് അവർക്ക് കുറയ്ക്കണമെങ്കിൽ എന്താണ് ഈ ഒരു ഡയബറ്റീസ് അല്ല, ഈ ഒരു ഡയബ ലൈഫ് മാത്രം നമുക്ക് കൊടുത്താൽ പോരാ. പക്ഷെ അതിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞില്ലേ, ബാക്കി ഒരുപാട് ഈ ഒരു പ്രമേഹത്തിന്റെ കാരണം മൂലം ഒരുപാട് നമ്മുടെ അവയവങ്ങൾ ഡാമേജ് ആവുന്നുണ്ട്. വൃക്ക, കിഡ്നി ഉണ്ട്, അതേപോലെ നെർവ്സ് ഉണ്ട്. ഇവയൊക്കെ ഡാമേജ് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവർക്ക് ഇതിന്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നെർവ് എനർജി കൊടുക്കണം. പിന്നെന്താണ് വെൽഹാർട്ട്, സ്പൈറുലിന, അതേപോലെ ഡയബ ലൈഫിന്റെ കൂടെ ലിവാഗെയിൻ, ഈ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ, നമുക്ക് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് ഇത്രയുമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഈ ഒരു ഡയബ ലൈഫിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പൊ എന്താണ്, ഞാനൊരു തുടക്കക്കാരിയാണ്, ഫസ്റ്റ് ടൈം ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെന്താ, എന്നെ ഈ ഒരു അവസരം വീഡിയോ ഓപ്പൺ ആക്കിയും അല്ലാതെയൊക്കെ കണ്ട എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ഈ ഒരു ബിസിനസ്, എൻ്റെ പേര് ഞാൻ ഒന്നുകൂടി എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷാനിബ. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി പൂനൂരാണ് എൻ്റെ സ്വദേശം. ഞാനൊരു ബിസിനസ്സിലേക്ക് എത്തുന്നത് എൻ്റെ അയൽവാസിയിൽ നിന്നും ഈ ഒരു ബിസിനസ് അവസരം കേൾക്കുകയും എനിക്ക് എന്താണ് ഇത് നല്ലൊരു എത്തിക്കുന്ന, അതായത് നോമിനേഷൻ ഫെസിലിറ്റി, പാസീവ് ഇൻകം ഒക്കെ ഉള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിക്കുന്ന നല്ലൊരു അവസരമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ് ഏറ്റെടുത്തതും. അതായത് നമുക്ക് എന്താണ് ഇതെല്ലാം വേണം അല്ലേ, ഈ ഒരു ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ വരുമാനമൊക്കെ വേണം. എന്താണ് പക്ഷേങ്കിൽ നമുക്ക് എന്താണ് പണ്ടെന്നോ നമുക്ക് നടക്കാൻ പറ്റാത്ത നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഇതിൽ കൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് കഴിവുകൾ, നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അവസരമായിട്ടാണ് ഞാൻ ഈ ഒരു ബിസിനസ്സിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തത്. പക്ഷെ എന്താണ് എനിക്ക് ഇത് എന്താണ് ശക്തമായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. കാരണം എൻ്റെ വീട്ടിലുള്ള എന്താണ് ഫുൾ സപ്പോർട്ട് എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് ഞാൻ ചെറിയ രീതിയിലാണ് ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ 8 മാസത്തോളമായി ഇപ്പോഴും സ്റ്റാർ റാങ്കിൽ തന്നെയാണ്. അപ്പൊ ഇത്രയും ഒക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു സെക്ഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും